വിഷത്തിൽ ഊട്ടപ്പെട്ടൊരു വാളുമായിട്ട് റസൂലുള്ളാഹിനെ വെട്ടാൻ വേണ്ടി മക്കത്തു നിന്നുള്ള മദീനത്തേക്ക് പോയല്ലോ. വിഷത്തിൽ ഊട്ടപ്പെട്ട വാളുമായിട്ട് പോയി. അയാളുടെ പേരാണ് ഉമൈർ. ഉമൈർ മദീനത്തേക്ക് പോയത് ഉമൈറിൻ്റെ മകൻ വഹബ് ഉഹുദിൽ ബന്ദിയായിരുന്നു. അല്ല, ബദർ യുദ്ധത്തിൽ മുശ്രിക്കീങ്ങളുടെ പക്ഷത്ത് പങ്കെടുത്ത് മുസ്ലിങ്ങൾ ബന്ദിയാക്കി 70 ആളെ പിടിച്ചില്ലേ. 70 യുദ്ധത്തടവുകാരുണ്ടായിരുന്നു ബദറിൽ. അവരെന്താ ചെയ്യേണ്ടതെന്നുള്ള ചർച്ച ഉണ്ടായി. അങ്ങനെ അവരെ പ്രായശ്ചിത്തത്തിൻ്റെ പേരിൽ വിട്ടേക്കെന്നുള്ള തീരുമാനത്തിലെത്തുകയും അള്ളാഹുത്തൽ അതിൽ റസൂലുള്ളാഹിനെ തിരുത്തൊക്കെ ചെയ്ത സംഭവമുണ്ട്. അങ്ങനെ ഓരോരുത്തരും പ്രായശ്ചിത്തമായിട്ട് വരികയാണ്. ആരെ മോചിപ്പിക്കാൻ വേണ്ടി? മക്കളെ മോചിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഉമൈർ അതിന് വന്നതാണ്. എൻ്റെ മകനെ കൊണ്ടുപോകാനാണെന്നും പറഞ്ഞു വന്നതാണ്. ഉമൈർ സഫ്വാനുമായിട്ടൊരു ചർച്ച നടത്തിയാണ് ഹിജറിൽ ഇരുന്നിട്ട്. ഇവിടെ ഹിജറുണ്ടല്ലോ, ഹിജർ ഇസ്മായിൽ പറഞ്ഞ കാബൻ്റെ ഹിജർ ഇസ്മായിൽ ഇരുന്നിട്ട് ഇവരുണ്ടാവും ബദറിൻ്റെ പിറ്റേ ആഴ്ച അവർക്ക് പറ്റിയ ദുരന്തത്തെക്കുറിച്ചും അപകടത്തെക്കുറിച്ചും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ തല തൊട്ടപ്പന്മാരൊക്കെ പോയി. ഭയങ്കര പരിക്കാണ് ബദറിൽ മക്കയ്ക്ക് ഉണ്ടായത്. മക്കൾക്ക് അതിനെപ്പറ്റി പോലും ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാളും ഇങ്ങനെ സങ്കടം പറയാണ്. സഫ്വാൻ്റെ ഉപ്പ ഉമയ്യത്ത് വലിയ കുറേശികളെ വലിയ നേതാവാ, ചങ്ങായിയൊക്കെ അവിടെ പണിഞ്ഞിരിക്കുന്നു. ബദറിൽ വീണയപ്പെട്ട ആളാ. അപ്പോൾ എന്താ ഇപ്പം നമ്മൾ ചെയ്യാമെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഉമൈർ പറഞ്ഞു, എനിക്ക് കുറേ കടങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, കുട്ടികളും മക്കളൊക്കെ. അതില്ലെങ്കിൽ ഇപ്പം ഞാൻ മദീനത്താണ് പോയിട്ട് ഞാനൊരു ചാവേറായിട്ട് പോയിട്ട് മുഹമ്മദിനെ വെട്ടുമായിരുന്നു. ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ്വാൻ പറയാണ്, അത് ഞാൻ ഏറ്റു, അതിൻ്റെ കടം ഞാൻ വെട്ടിക്കോളാം, കുട്ടികളെ ഞാൻ നോക്കിക്കോളാം, ഇജ്ജ് പോയിക്കോറും, ധൈര്യമായിട്ട് പോയിക്കോറും. ഒരു വാളുമായിട്ട് പോയതാണ്. ഉമർ ഫാറൂഖ് തടഞ്ഞു, ഈ വാളുമായിട്ട് വരണുണ്ടാവും. അപ്പോൾ റസൂലുള്ളാഹിനോട് പോന്നോട്ടെ പറഞ്ഞു. ഒരു വിട്ടളായിരുന്നു. റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ഈ വാളും കൊണ്ട് ചെല്ലുകയാണ്. എന്തിനാ പോകുന്നത് ചോദിച്ചു. ഞാൻ മോനെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ എന്തിനാ വാള് ചോദിച്ചു. അല്ല, വാളൊരു നല്ല സാധനമല്ലായിരുന്നു ഇയാൾ. അപ്പോൾ നബി അങ്ങോട്ട് പറഞ്ഞു, ഇയ്യും സഫ്വാനും പാടെ ഹിജറിൽ ഇരുന്നാണ്ട് ഇങ്ങനെ പറഞ്ഞില്ലേ കടക്ക് വാങ്ങിട്ടെടുക്കാമെന്നു, അങ്ങനെ എന്നെ കൊല്ലാൻ വേണ്ടി വന്നല്ലേ ചോദിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നെ പറഞ്ഞത്. കാരണം അയാൾ നിഷ്കളങ്കൻ, അയാൾക്ക് ബോധ്യമായി. ആരും അറിയാത്ത സഫ്വാനും ഇയാളും അല്ലാതെ പിന്നെ അള്ള മാത്രമേ അറിയുള്ളൂ. അള്ളൊക്കെ ഇവർക്കുണ്ട്. ആർക്ക്? അബൂജഹലിനുണ്ട്, ഇവർക്കൊക്കെ അള്ളൊക്കെ ഉണ്ട്. പക്ഷെ അള്ളാഹ്ക്ക് എന്തൊക്കെയോ തകരാറുകളുണ്ട് പോലെ. അള്ളാഹ്ക്ക് കുറേ പങ്കാളികളും എല്ലാവരും കൂടെ വേണമെന്നുള്ളതാണ്. അങ്ങനെ അല്ലല്ലാതെ ഒരാളും അറിയാത്ത ഒരു കാര്യം ഇവിടെ മദീനത്ത് എത്തിയെങ്കിൽ അള്ളാഹിൻ്റെ വഹി കിട്ടുന്ന ആളാന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ വിശ്വസിച്ചു. ഇനി പോകണില്ല, മക്കത്തേക്ക് പോകണില്ല. മദീനത്ത് നിന്നിട്ട് റസൂലുള്ളാഹി സ്വഹാബത്തിനെ ഏൽപ്പിച്ചു കൊടുത്തു ഖുർആൻ പഠിപ്പിക്കാനും അയാളെ സംസ്കരിക്കാനും വേണ്ടി. അങ്ങനെ അവിടെ നല്ല പഠനം നടത്തിയിട്ട് സഫ്വാൻ്റെ അടുത്തേക്ക് പോയി. പഴയ ചങ്ങായിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയി. സഫ്വാൻ വിശ്വസിച്ചില്ല. സഫ്വാൻ ഞാൻ ഇല്ല. എന്താ ഇത്, മക്ക 10 ആയപ്പോൾ സഫ്വാൻ എന്തായി? എല്ലാവർക്കും ബോധ്യമില്ലേ എന്തായി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് ഈ ചരിത്രങ്ങളൊക്കെ ഒന്ന്. എല്ലാവരും ഇപ്പം ഈ വെട്ടാൻ പോയാൽ മാത്രമല്ല, എല്ലാവരും റസൂലുള്ളാഹിൻ്റെ അനുയായികളായി മാറുകയാണ്.